ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതന ചുട്ടിട്ടൊരു കറിയാണ്. ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കറി. അതിനുവേണ്ടി ഇതുപോലൊരു വഴുതന എടുക്കാം, ഒരു തക്കാളി, പഴുത്ത തക്കാളി ഒരെണ്ണം എടുക്കാം, സവാള 3 ഇഞ്ചി വെളുത്തുള്ളി ഒരു 4 പച്ചമുളക്. ഇഞ്ചി ഇതിൻ്റെ ഒരു 1/4 കഷ്ണം എടുത്താൽ മതി കേട്ടോ, മുഴുവനായിട്ടൊന്നും എടുക്കല്ലേ, ഇത്ര ഇഞ്ചിയൊന്നും വേണ്ട. ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വഴുതന ഒന്ന് ചുട്ടെടുക്കണം. വഴുതന ചുടാൻ വേണ്ടിയിട്ട് നമുക്ക് കനൽ ഉപയോഗിച്ചിട്ട് ചുടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമുക്കൊരു 4-5 കുത്തൊക്കെ വഴുതനയ്ക്ക് ഇട്ട് കുത്ത് കൊടുത്തിട്ട് ഒന്ന് അത് ഗ്യാസിൽ തന്നെ ചുട്ടെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണേ. കാരണം എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ചൂട് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴേ ഇത് വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് ഉടച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഉടച്ച് പാകത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് വേവ് ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉള്ളിൽ ഭാഗം വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് വെച്ചു, മറിച്ച് ഓരോ ഭാഗവും മറിച്ചിട്ട് കൊടുത്ത് നമ്മൾക്കിത് ചുട്ടെടുക്കാം. കൈ പൊള്ളിക്കരുത് കേട്ടോ, ഒരു ഗ്ലൗസോ മറ്റോ ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ. എല്ലാ ഭാഗവും മറിച്ചിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള ഒരു പപ്പടക്കോലിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം, മറിച്ച് ചുട്ടെടുക്കാം. പക്ഷേ ഇങ്ങനെ ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പിടിക്കാമല്ലോ. അതുകൊണ്ടിട്ടാണ് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു കുത്തി എടുക്കുമ്പോഴേക്കും നടുഭാഗം ഇങ്ങനെ ഒരു പൊട്ടിപ്പോകാനും ചാൻസ് കൂടുതലാണ്. നമുക്കിത് നടുഭാഗം പൊട്ടാതെ തന്നെ ഇതിൻ്റെ ഓരോ ഭാഗത്തുനിന്നും നമുക്കിത് പീൽ ചെയ്ത് എടുക്കാനുള്ളതാണ് ഇതിൻ്റെ തോട്. കണ്ടോ, ഉള്ളിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വരികയും ചെയ്യും. നമുക്കിത് നന്നായിട്ട് ചുട്ട് കിട്ടുകയും ചെയ്യും. കണ്ടോ, നല്ല പോലെ ചുട്ട് കിട്ടി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഇതിങ്ങനെ പൊടിഞ്ഞ് താഴെ വീഴും ഇതിൻ്റെ തോല്, അതാണ് അതിൻ്റെ ഒരു പാകം. സ്റ്റൗവിലേക്ക് കണ്ടോ, സ്റ്റൗവിലേക്കൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്ന കണ്ടോ, അതാണ് അതിൻ്റെ ഒരു പാകം. ആ പാകത്തിനെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ തോലെല്ലാം ഒന്ന് പൊളിച്ചെടുക്കേണ്ടതുണ്ട്. ചൂടായിരിക്കും, അതുകൊണ്ട് കൈ പൊള്ളിക്കാതെ തന്നെ ഇതുപോലെ ഒരു ചിമിട്ട പോലെയുള്ളൊരു സംഭവമോ ഒരു പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഒരു വുഡിൻ്റെ ചിമിട്ടയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചിമിട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? പഴയ ഭാഷയാട്ടോ, പഴയ വാക്കാണത്. ഇതുപോലെ ഇങ്ങനെ 2 ഭാഗം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ചൂടുള്ള സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സാധനത്തിന് അങ്ങനെ പറയുന്നൊരു നാടൻ വാക്കാണത്. ചിരി വരുന്നുണ്ടാവുമല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഏതായാലും നമ്മളിതിൻ്റെ തോലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചതിൻ്റെ ഉള്ളിലെ മാംസളമായ ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത്. ചൂട് നല്ല പോലെ ചൂടുള്ളതിൽ തന്നെ നമ്മളിത് എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പോവും. ഈ ഒരു മാംസളമായ ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് ഒട്ടിപ്പോയിട്ട് കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല, കറുത്തിരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ചൂടോടുകൂടി തന്നെ ഈ തോട് അടർത്തി എടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും നല്ല പോലെ തോട് അടർത്തി മാറ്റാം. കാരണം കരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ തോടോട് കൂടി നമ്മൾ ഉടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വഴുതനയുടെ ആ ഒരു മാംസള ഭാഗം കറുത്തിരിക്കും. അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല, കറി കാണാനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നമ്മൾ നന്നായിട്ട് ഉടച്ച് മാറ്റി എടുക്കാം. തോലൊക്കെ അടർത്തിയെടുത്തു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ തണ്ടൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. അത് അടർത്തി നോക്കിയിട്ട് പറ്റുന്നില്ല, അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. തണ്ട് നല്ല പോലെ ഇതൊന്ന് സ്മാഷാക്കി എടുക്കാം. നല്ല പോലെ സ്മാഷാക്കി എടുക്കാം. തണ്ട് നമുക്ക് മുറിച്ച് മാറ്റാം. അതിനുശേഷം നല്ല പോലെ സ്മാഷാക്കാം. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കത് നന്നായിട്ട് സ്മാഷാക്കാൻ പറ്റുന്നുണ്ട്, ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു കുത്തൊക്കെ ഇട്ട് വേവിച്ചത് കൊണ്ട് ശരിക്കും അതിൻ്റെ വേവ് ഭാഗം അകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള കട്ടിയുള്ള ഭാഗമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഉടച്ചു വെച്ച ഈ വഴുതന നമുക്ക് മാറ്റി വയ്ക്കാം. മറ്റൊരു കടായി വെച്ച് നമുക്ക് മസാല തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു ചീനച്ചട്ടിയോ കടായിയോ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ചട്ടി ചൂടാവുന്ന നേരം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കാം. കണ്ടോ, ഇഞ്ചി ഇത്രയും മതി, ഒരു 3 കഷ്ണം ചെറുത്. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന വെളുത്തുള്ളി
ഇത് രണ്ടും കൂടി പേസ്റ്റ് ആക്കാം. അപ്പോഴേക്കും നമുക്ക് കടായി ചൂടായി വന്നു. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് കേട്ടോ, ഇത് സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടാക്കണം. എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ട് വേണം, അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ജീരകം എടുക്കാം. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സവാള നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ചോപ്പ് ചെയ്ത പോലെയാണ് നമ്മൾ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. ആ സവാള ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ശരിക്കും ഇതൊരു പേസ്റ്റ് രൂപത്തിലുള്ളൊരു കറിയാണ്, അതുകൊണ്ടാണ് സവാള ഇത്ര നീരുതായിട്ട് ഇത്ര സ്ലൈസായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നത്. വളരെ സ്ലൈസായിട്ട് അരിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കണം. വളരെ നേരിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. 2 ബേ ലീഫ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറി തുടങ്ങുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കണ്ടോ, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടിയിട്ടുള്ള പച്ചമണം മാറി കിട്ടട്ടെ, അതുവരെ നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ല പാകത്തിന് വഴങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, സവാള നല്ല പാകത്തിന് വഴങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട പാകത്തിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ നിറച്ച് തല തട്ടാതെ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഗരം മസാലപ്പൊടിയൊന്നും ഇടില്ല. ഇത്രയും മാത്രമാണ് മസാലപ്പൊടികൾ ചേർക്കുന്നത്. മസാലപ്പൊടി ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വയ്ക്കണം. അതിനുശേഷം നന്നായി വഴറ്റിയെടുക്കുക. മസാലക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതി, ഇതുപോലെ ചോപ്പ് ചെയ്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, നമുക്കിതുപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ആ മസാലപ്പൊടികൾ എല്ലാം നന്നായി മൂത്ത് കിട്ടി. നമുക്ക് അതിലേക്കാണ് നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുത്ത തക്കാളിയുടെ വെള്ളത്തിൽ ഒന്നുകൂടെ നമുക്ക് വഴങ്ങി കിട്ടും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഡ്രൈ മാംഗോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല. ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഡ്രൈ മാംഗോ പൗഡർ ചേർത്തിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാകും. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷസിനൊക്കെ ഇത്തരം ഡ്രൈ മാംഗോ പൗഡർ നമ്മൾ ചേർക്കുന്നതാണ്. കിട്ടിയില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷസ് എപ്പോഴും ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. ആ ടേസ്റ്റ് നമുക്ക് ഓതൻറ്റിക്കായിട്ട് തന്നെ കിട്ടും ഇത്തരം മസാലകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എണ്ണ തെളിഞ്ഞു, നമ്മുടെ മസാലക്കൂട്ടിൽ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഉടച്ച് വെച്ചിരിക്കുന്ന ഈ വഴുതന ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് ചേർക്കാം. മസാലക്കൂട്ടുകളുടെ കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് ചേർക്കാം. കണ്ടോ, നന്നായി വഴറ്റി ചേർക്കാം. നല്ല ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മെത്തി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. കസൂരി മെത്തി അറിയാലോ, ഉലുവയുടെ ഇല ഉണക്കിയത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം അതും അപ്പോൾ കസൂരി മെത്തിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് അയമോദകം ഒരു പിഞ്ചളവിൽ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഒരു പിഞ്ചളവ്, അതായത് ഒരു 1/4 ടീസ്പൂണിലും കുറവായിരിക്കും ഒരു പിഞ്ചളവ് എന്ന് പറയുമ്പോൾ. അതിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. കസൂരി മെത്തിയും അയമോദകവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അജുവായ എന്ന് പറയുമല്ലോ, അതാണ് ഈ അയമോദകം. വളരെ നല്ലതാണിത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴുതനയൊക്കെ എപ്പോഴും കുറച്ചൊരു ഗ്യാസ് ഫോം ചെയ്യിക്കുന്നൊരു ആഹാര സാധനമാണ്. അപ്പോൾ ഈ അയമോദകം ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദം കിട്ടും. ഈ ഗ്യാസ് ഫോം ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയില്ല. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അതിനുശേഷം നമുക്കൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ഇട്ട് കൊടുത്താലും മതി. കണ്ടോ, ഒരു ക്യൂബ് അളവാണ്. ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും തോന്നുന്നത്. ഒരു ക്യൂബ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബട്ടർ നല്ല ബട്ടറാണ്. സോൾട്ടി ആണെങ്കിലും കുഴപ്പമില്ല, നോൺ സോൾട്ടി ആണെങ്കിലും വിഷയമില്ലാത്തതാണ്.
ബട്ടർ ഇടുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം ഒരു 2 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് വേവിക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു സവാള വഴറ്റിയപ്പോൾ. പിന്നെ ഇപ്പോൾ നോക്കുക, ഉപ്പൊന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വഴുതന ചുട്ടെടുക്കുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. കൈ പൊള്ളിക്കാതെ വൃത്തിയായിട്ട് ഒരു ഗ്ലൗസൊക്കെ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി അഥവാ ഗ്ലൗസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പപ്പടക്കോലോ മറ്റോ കുത്തി വെച്ചിട്ട് നമുക്കങ്ങനെ ചുട്ട് എടുക്കാവുന്നതാണ്. കണ്ടോ? അപ്പോൾ ഇന്നുണ്ടാക്കിയ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ചപ്പാത്തി നാൻ്റെ കൂടെയൊക്കെ വളരെ രുചികരമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പതിവ് പോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും തരണം. നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ.